ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹുമറാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ബജിയുടെ റെസിപ്പിയായിട്ടാണ്. ഈ ഒരു മസാലയിൽ മുട്ട ബജി റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ഒരു മസാല വെച്ച് തന്നെ ഈ ഒരു മുട്ട ബജി തയ്യാറാക്കി എടുക്കുകയുള്ളൂ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മുട്ട ബജി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. മുട്ട ബജി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1.5 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണം എടുത്താൽ മതി. ഇത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ ഒരു സവാള ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളകാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ ഒരു പച്ചമുളകിൻ്റെയും വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു സവാള നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മുട്ടയൊന്ന് റെഡിയാക്കി എടുക്കാം. ഈ ഒരു ബജി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 5 മുട്ടയാണ് കേട്ടോ പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഈ ഒരു മുട്ട കൊണ്ട് ഒരു 10 ബജി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട നടുവിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ ഒരു മുട്ടയുടെ മഞ്ഞക്കരു എടുത്തു മാറ്റണം. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മഞ്ഞക്കരു നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഞാൻ ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സവാളയിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരുപാട് മസാലകളൊന്നുമില്ല കേട്ടോ, കുറച്ച് മസാലകൾ മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാലയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു മസാലകളെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു മസാലയുടെ പച്ചക്കുത്ത് നന്നായിട്ടൊന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. മസാല നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് അല്പം മല്ലിയിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ അല്പം കറിവേപ്പില കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മാറ്റിയെടുത്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ ആ ഒരു മഞ്ഞക്കരു ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. എല്ലായിടത്തും ആവുന്ന രീതിയിൽ പൊടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറി വരട്ടെ. നമുക്കൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. മസാല നന്നായിട്ട് ചൂടാറി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് മുട്ട ബജിയിലേക്കുള്ളൊരു മാവ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാറ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളകാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, അല്പം കറിവേപ്പില കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഞാനൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ അതിലേക്ക് 240 ml കപ്പിൽ 1 കപ്പ് അളവിൽ കടലമാവാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് കേട്ടോ. സാധാരണ നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അതേ വറുത്ത അരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ 2 നുള്ള അളവിൽ കളറാണ് കേട്ടോ, യെല്ലോ ഫുഡ് കളറാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ ഒഴിവാക്കിയിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് യെല്ലോ ഫുഡ് കളർ 2 നുള്ള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായി തന്നെ ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട്. ഒരുപാട് ലൂസായിട്ടുള്ളൊരു മാവല്ല കേട്ടോ നമുക്ക് വേണ്ടത്. നല്ല കട്ടിയിലുള്ള നല്ല തിക്കായിട്ടുള്ളൊരു മാവാണ് നമുക്ക് കിട്ടേണ്ടത്. മുട്ട നമ്മളിതിലേക്ക് മുക്കിയെടുക്കുന്ന സമയത്ത് മുട്ടയുടെ മേൽ നന്നായിട്ട് കോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഇതൊന്ന് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഞാനിവിടെ നന്നായി തന്നെ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു മാവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല തിക്കായിട്ടാണ് ഞാനിവിടെ കലക്കിയെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്.
ഈ ഒരു ബേക്കിംഗ് സോഡ നിങ്ങൾ പൊടികളൊക്കെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ആ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാൻ എന്നോട് മറന്നു പോയതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് നന്നായിട്ടൊന്ന് ചൂടാറിക്കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ള എടുത്തതിന് ശേഷം അതിലേക്ക് ഈ ഒരു മസാല നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മുട്ടയുടെ വെള്ള എടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ഒരു മുട്ടയിൽ മൊത്തത്തിൽ അങ്ങ് ഫില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മുട്ടയിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. നന്നായി തന്നെ പ്രസ് ചെയ്തിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഈ ഒരു മസാല മൊത്തത്തിൽ എണ്ണയിലേക്ക് അങ്ങ് പോകും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ ഇതാ ഒരെണ്ണ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ബാക്കിയുള്ളത് കൂടി മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അല്പം വെളിച്ചെണ്ണയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷമാണ് കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ കലക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു മിക്സിലേക്ക് മുട്ട മുക്കിയതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് മസാലയുള്ള ഒരു ഭാഗം അടിയിലേക്കാവുന്ന രീതിയിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഭാഗം നല്ലൊരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗവും ഒരുപോലെ നല്ലൊരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇതാ ഒരെണ്ണ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മുട്ട ബജി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.